ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന 3 പ്രധാനപ്പെട്ട ക്രിസ്മസ് റിലീസുകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ സിനിമ ലാലേട്ടന്റെ നേരാണ്. ഡിസംബർ 21 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലാലേട്ടന്റെ ലോ ബഡ്ജറ്റ് സിനിമ കൂടിയ ക്വാർട്ടർ റൂം ഇമോഷണൽ ഡ്രാമ സിനിമ ഇപ്പോഴത്തെ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് ആണ് ലഭ്യമായിരിക്കുന്നത്. 151 മിനിറ്റ് 59 സെക്കൻഡ് ആണ് സിനിമയുടെ ദൈർഘ്യം. അതായത് 2 മണിക്കൂർ 31 മിനിറ്റ് 59 സെക്കൻഡ്, അതായത് 2 മണിക്കൂർ 32 മിനിറ്റോളം സിനിമയുടെ ആകെ ദൈർഘ്യം. അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമകളിൽ ഏറ്റവും ദൈർഘ്യം കുറവുള്ള സിനിമയാണ്. എങ്കിൽ പോലും 2.5 മണിക്കൂർ നേരിടുന്ന സിനിമയ്ക്ക് അതൊരു മികച്ചൊരു ഡീസന്റ് ദൈർഘ്യം തന്നെയാണ്. ഇന്ന് സിനിമയുടെ ബുക്കിംഗുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ നേരിന്റെ ബുക്കിംഗ് ഇപ്പോഴത്തെ ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് അല്പസമയം മുന്നേ കോഴിക്കോട് സുരഭി തിയേറ്ററിലാണ് സിനിമയുടെ ആദ്യ കേരള ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് അടുത്ത മണിക്കൂറുകളിൽ രാത്രിയും അതോടൊപ്പം തന്നെ നാളെ രാവിലെയും ഒക്കെ ആയിട്ട് സിനിമയുടെ കൂടുതൽ തിയേറ്ററുകളിലെ ബുക്കിംഗ് ആരംഭിക്കും. നാളെ രാവിലെ 10 മണിക്ക് തൃശ്ശൂർ രാഗം തിയേറ്ററിലെല്ലാം തന്നെ സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കുമെന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ നേരിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്. ഡിസംബർ 21 നേരുമായി ക്ലാഷ് റിലീസായിട്ട് കേരളത്തിലെത്തുന്ന സിനിമയാണല്ലോ ഷാറുഖ് ഖാൻ നായകനെത്തുന്ന ഡങ്കി. രാജകുമാർ ഹിറാനിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന സിനിമയുടെ കേരള ബുക്കിംഗ് എപ്പോൾ ആരംഭിക്കുമെന്ന് ഇപ്പോഴത്തെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ്. ഗോകുല മൂവീസ് അറിയിച്ചത് പ്രകാരം നാളെ രാവിലെ 10 മണിക്ക് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സിനിമയുടെ കേരള ബുക്കിംഗ് ആരംഭിക്കുകയാണ്. ഏകദേശം 100-150ഓളം സ്ക്രീനുകളിൽ കേരളത്തിൽ ഡങ്കി റിലീസ് ചെയ്യുമെന്നാണ് വിവരം. നിലവിൽ ഷാറുഖ് ഖാന്റെ ജവാൻ, പത്താൻ എന്നീ സിനിമകളുടെ ഒരു ബസ്സും ഹൈപ്പെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം ഒരു ഹൈപ്പും പ്രതീക്ഷകളും കേരളത്തിലെ സിനിമാ പ്രേമികൾക്കിടയിൽ ഡങ്കിക്കുണ്ടോ എന്ന് സംശയിക്കുന്നു. എന്തായാലും കാത്തിരിക്കൂ സിനിമയുടെ ബുക്കിംഗ് തുടങ്ങിയതിനു ശേഷമുള്ള ബുക്കിംഗ് സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ കേട്ട്. ഇതിനിടയിൽ സിനിമയും സെൻസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. UA സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമയ്ക്ക് 2 മണിക്കൂർ 41 മിനിറ്റ് ആണ് ദൈർഘ്യം. അതേസമയം A സർട്ടിഫിക്കറ്റ് ലഭ്യമായ 2 മണിക്കൂർ 55 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയാണല്ലോ സലാർ. പ്രഭാസ്, പൃഥ്വിരാജ് എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന സലാറിന്റെ കേരള പ്രീ സെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് കേരളത്തിൽ സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടെങ്കിൽ പോലും ഇന്നലെ രാത്രിയും ഇന്ന് ഉച്ചവരെയും എല്ലാം തന്നെ വളരെ കുറച്ച് തിയേറ്ററുകളിലെ സ്ക്രീനുകളിലെല്ലാം തന്നെ ആയിരുന്നു സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടത്. എന്നാൽ ഇപ്പോഴത്തെ ഇന്ന് ശനിയാഴ്ച വൈകിട്ടും നാളെ ഞായറാഴ്ചയും ഒക്കെ ആയിട്ട് കേരളത്തിലെ ഭൂരിഭാഗം തിയേറ്ററുകളിലും സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സിനിമയുടെ കേരള പ്രീ സെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇന്നലെ രാത്രിയോടെ 12 ലക്ഷം പ്രീ സെയിൽ കളക്ഷൻ കടന്ന സിനിമ ഇന്ന് ഉച്ചയ്ക്ക് 30 ലക്ഷത്തിന് മുകളിലെ പ്രീ സെയിൽ കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അത് ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ 50 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെടുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയം രാജമൗലിക്കൊപ്പമുള്ള പ്രശാന്ത് നീൽ, പ്രഭാസ്, പൃഥ്വിരാജ് ഇന്റർവ്യൂ അഭിമുഖം എല്ലാം തന്നെ നാളെ ഞായറാഴ്ച പുറത്തു വരുമെന്ന റിപ്പോർട്ടുകളുണ്ട്. രാജമൗലിയാണ് സലാറിന്റെ ആദ്യ നിസാം ടിക്കറ്റ് എടുത്തത്. അതിന്റെ ഉദ്ഘാടനവും ഇന്നലെ നടക്കുകയുണ്ടായി. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് 1 അല്ല 2-3 അഭിമുഖങ്ങളെല്ലാം തന്നെ വരാൻ സാധ്യതകളുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. കാത്തിരിക്കൂ കൂടുതൽ സലാർ ഉൾപ്പെടെയുള്ള സിനിമകളുടെ വാർത്തകൾ കേട്ട്.